ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ രണ്ട് റാങ്കിംഗ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് റാങ്കിംഗ് ആണ്. 2025 ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡാണ്. രണ്ടാം സ്ഥാനം സ്വീഡൻ, 3 USA-യും. ഇന്ത്യയുടെ സ്ഥാനം 38 അടുത്തത് ഫിഫ റാങ്കിങ്. ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അർജൻറ്റീന 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് സ്പെയിനാണ്. രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസും. ഇന്ത്യ 134-ാമത്തെ സ്ഥാനത്താണ്. ലോക തേക്ക് കോൺഫറൻസ് 2025 വേദി കൊച്ചി. 77-ാമത് എമ്മി അവാർഡ്സ് ആണ്. അതിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച സീരീസ് ആയിരിക്കുന്നത് ദ പിറ്റ് എന്ന സീരീസാണ്. മികച്ച നടൻ നോഹ് വൈല്. ദ പിറ്റ് എന്ന സീരീസിന് അഭിനയത്തിനാണ് നോഹിന് മികച്ച നടനായത്. മികച്ച നടി ബ്രിക് ലോവർ. സീരീസ് സെവറൻസ് ആണ്. മികച്ച സംവിധാനം ആഡം റണ്ടാൾ. സ്ലോ ഹോഴ്സസ് എന്ന് പറയുന്ന സീരീസ്. അടുത്തത് കോമഡി വിഭാഗത്തിലെ മികച്ച സീരീസ് ആയിരിക്കുന്നത് ദ സ്റ്റുഡിയോ ആണ്. മികച്ച നടൻ സെയ്ത്ത് റോഗൻ. മികച്ച നടി ജീൻ സ്മാർട്ട്. മികച്ച സംവിധാനം സെയ്ത്ത് റോഗൻ. എമ്മി അവാർഡ്സ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷതാരം ഓവൻ കൂപ്പറാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥയിൽ നായകനാകുന്നത് ഉണ്ണി മുകുന്ദനാണ്. മാ വന്ദേ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ രാജ്യം മോൾഡോവ. 107-ാമത്തെ രാജ്യമാണ് മോൾഡോവ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന് നൽകിയ പുതിയ പേര് അഹല്യ നഗർ. 2025 സെപ്റ്റംബറിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്മൃതി മന്ദാനയാണ്. 2025 ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്വി മനോജ്. 5 കരങ്ങൾ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് 5 കരങ്ങൾ എന്നത്. അമേബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ശിവം ശുഭം ദ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്ന ബയോപിക് എഴുതിയത് BK ഹരിനാരായണനാണ്. ഇത് ഗായിക MS സുബ്ബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിൻ്റെയും കുറിച്ചുള്ള പുസ്തകമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻറ്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശ്. ബ്രിഡ്ജിൻ്റെ നീളം 55 മീറ്ററാണ്. കേരളത്തിലെ വാഗമണിലെ 40 മീറ്റർ നീളമുള്ള കണ്ണാടി പാലത്തിൻ്റെ റെക്കോർഡാണിത് മറികടന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ കൈലാസഗിരിക്ക് മുകളിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 262 അടി ഉയരത്തിലാണ്. 2025 ദുലീപ് ട്രോഫി ജേതാക്കൾ മധ്യമേഖലയാണ്. ദിബാങ് ശക്തി 2025 വേദി അരുണാചൽ പ്രദേശ്. 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ പോൾ വാൾട്ടിൽ സ്വർണം നേടിയത് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ആണ്. സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്വസ്ഥ് നാരി സശക്ത് പരിവാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75-ാം ജന്മദിനത്തിൽ മധ്യപ്രദേശിലെ ധാറിൽ നടന്ന പരിപാടിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2025 സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹിമാചൽ പ്രദേശ്. 2025 സെപ്റ്റംബറിൽ ടെക് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ US-ഉം UK-യും. UN-ൽ സ്വതന്ത്ര പലസ്തീനിനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം 10. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംമൂലം. പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ തുറന്നത് ഉത്തർപ്രദേശിലെ ഗുജറയിലാണ്. 102-ാം വയസ്സിൽ മൗണ്ട് ഫുജി കീഴടക്കിയതിലൂടെ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായത് കൊക്കുച്ചി അക്കുസാവയാണ്. ജപ്പാൻകാരനാണ് കൊക്കുച്ചി അക്കുസാവ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാതയായ അക്വാലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് മുംബൈ. മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും ഒറ്റ പ്ലാറ്റ്ഫോമാണ് ബീമ സുഗം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം.
ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണം നൽകുന്ന പദ്ധതിയാണ് സൂതികാമിത്രം. സിയാച്ചിനിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന കഥാസമാഹാരം രചിച്ചത് സുജാത രാജേഷ്.